ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ലാലേട്ടൻ നായകനാവുന്ന തുടരും മൂവി ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ മൂവി കണ്ടിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. ഒരു ചെറിയ പടം ഞങ്ങളൊരു ചെറിയ പടം എടുത്തിട്ടുണ്ട്. 25-ാം തീയതി ഇറങ്ങുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറിയ പടം കാണാനാണ് ഗൈസ് ഞാൻ പോയത്. കണ്ടു വന്നപ്പോൾ ഇതൊരു ചെറിയ പടമാണോ വലിയ പടമാണോ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോൾ ഗൈസ്. എൻ്റെ മോനെ എജാതി പടം, അതായത് ഇതാണ് പടം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം പടം. ഒരു ചെറിയ കഥ, ആ ചെറിയ കഥയ്ക്കകത്ത് നമ്മുടെ ലാലേട്ടന് എന്തോരം കിടുങ്ങനായിട്ട് പെർഫോം ചെയ്യാവോ, അല്ലെങ്കിൽ എന്തോരം രീതിക്ക് പ്രസൻറ്റ് ചെയ്യാവോ, അല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെയൊക്കെ ഏതൊക്കെ രീതിക്ക് നല്ല കിഡിലോസ്കി ആയിട്ട് പെർഫോം ചെയ്യിക്കാവോ, അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് തരുൺ മൂർത്തി. ഗൈസ്, എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ നമുക്കൊരു സംഭവങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയോ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഓക്കെ, എനിവേ എന്തായാലും നമ്മൾ പടം കാണാൻ പോകുന്നുണ്ട്. നമ്മൾ ഓവറോൾ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാനാണ് പടം കാണാൻ പോയത്. പടം കാണാൻ പോയപ്പോൾ കംപ്ലീറ്റ് ഒരു ഫാമിലി പാക്കേജ് പടം. ഈ ഫാമിലി പാക്കേജ് പടത്തിനകത്ത് ഇനി എന്ത് സാധനമാണ് തരുൺ മൂർത്തി ഒരുക്കി വെച്ചേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കൈസ്. സോ പടത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടനുണ്ട്, ശോഭനയുണ്ട്, ഫർഹാൻ ഫാസിൽ, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ബ്രദറുണ്ട്, പിന്നെ മണിയമ്പിള്ള രാജു, ബിനു പാപ്പു. സോ അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ആൾക്കാരാണ് പടത്തിനകത്ത് അഭിനയിക്കുന്നത്. തരുൺ മൂർത്തിയാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പടത്തിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് KR സുനിലും തരുൺ മൂർത്തിയും കൂടെ ചേർന്നാണ്. പടത്തിന്റെ സ്റ്റോറി എഴുതിയേക്കുന്നത് KR സുനിലാണ്. പടത്തിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. ജേക്സ് ബിജോയുടെ കാര്യം പറയുന്നത് അതിനകത്തൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ഫൈറ്റ് സീനകത്ത് നല്ല കിടുക്കനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. അത് വേറെ ലെവൽ സാധനമായിരുന്നു ഗൈസ്. പിന്നെ അതിനകത്ത് സിനിമോട്ടോഗ്രാഫി ഷാജി കുമാർ, അതും എടുത്ത് പറയണം, നല്ല കിടുക്ക സിനിമോട്ടോഗ്രാഫി ആയിരുന്നു. അതായത് ഈ എമ്പുരാൻ ഇപ്പം വന്ന് കുറെ ഇതൊക്കെ ഉണ്ടാക്കി. ആക്ച്വലി അതിനകത്ത് ലാലേട്ടന് പറഞ്ഞല്ലോ അതൊരു 3 മണിക്കൂർ പടമാണ്, ബട്ട് എന്നാൽ പോലും അതിനകത്ത് ലാലേട്ടന് വേണ്ട ഒരു സ്ക്രീൻ പ്രൈസ് കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. പക്ഷെ ഈ പടത്തിനകത്ത് ലാലേട്ടൻ്റെ കംപ്ലീറ്റ് ഷോ ആണ്. ഇതാണ് ആക്ച്വലി നമുക്ക് വേണ്ടിയത്, അല്ലെങ്കിൽ ഇതാണ് ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പടം എന്ന് പറയുന്നത്. കാരണം മോനെ എനിക്ക് ഒന്നും പറയാനില്ലേ, കിടുക്കം പടം. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പോയി കാണുക. ഞാൻ പറഞ്ഞല്ലോ, കാണാൻ പോയ തിയേറ്ററിലാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഷോ, അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കൊന്നും ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടില്ല ഗൈസ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഒരു 10-20 പേര് അല്ലെങ്കിൽ 25 പേര് അത്രയൊക്കെ ഉള്ള പടം കാണാനായിട്ട്. ബട്ട് കൺഫേംലി നിങ്ങൾ എഴുതി വെച്ചോ, ഇന്ന് വേണ്ട ഈ ഉച്ച ഷോ തൊട്ട് ഇനി ഒരു 1 വീക്കിലേക്ക് ഹൗസ്ഫുൾ ആയിരിക്കും, കംപ്ലീറ്റ്ലി ഹൗസ്ഫുൾ ആയിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. ദൃശ്യം പടമായിട്ടൊക്കെ ഒരു സാമ്യം ഉണ്ടെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. പിന്നെ മോഹൻലാലിന്റെയും ശോഭനയുടെ ഒക്കെ പഴയ പടത്തിനകത്ത് ഒരുപാട് ഡയലോഗ്സ് ഒക്കെ ഇതിനകത്ത് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഫണ്ണായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നല്ല രസമായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അത് രസമാണ്. പിന്നെ ഇതിനകത്ത് ആ ഒരു വില്ലൻ ഷെയ്ഡ്, അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു വില്ലൻ, പുള്ളി സെറ്റാണ് കേട്ടോ. പുള്ളിക്ക് നമുക്ക് തന്നെ ചെന്ന് ഒരു അടി കൊടുക്കാൻ തോന്നും പുള്ളി നല്ല സെറ്റായിട്ടാണ് പുള്ളി. എന്താ പറയുക, ലാലേട്ടനോട് ഓപ്പോസിറ്റ് വരുമ്പം ഇയാൾ വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നത്തില്ല. ഇതാണ് സെറ്റ്. അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിന് പുള്ളിയെ സെലക്ട് ചെയ്തത് ആപ്റ്റാണ്, പക്കയാണ്. പിന്നെ അതുപോലെ ബിനു പപ്പുവിന് കിട്ടിയേക്കുന്നത് നല്ല കിഡിലോസ്കി ആയിട്ട് പുള്ളിയും പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഈ ദൃശ്യത്തിനകത്ത് നമ്മുടെ ഷാജോൺ ചേട്ടൻ ചെയ്ത ഒരു റോൾ ഉണ്ടല്ലോ, അതായത് അതുപോലെ തന്നെ അല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ പോലും അതുപോലെ ചൊറിയനായിട്ടുള്ള ഒരു പോലീസുകാരൻ, ആ ഒരു റോളാണ് ഇതിനകത്ത് ബിനു പപ്പുവിനുള്ളത്. നമ്മൾ കുറേ നാൾക്ക് ശേഷം നമുക്ക് നമ്മുടെ ലാലേട്ടനെ ഒരു പെർഫോമർ എന്നുള്ള രീതിക്ക് കാണാൻ പറ്റിയ പടമാണ് ഗൈസ് തുടരും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കരുത് ഗൈസ്. OTT വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടില്ല ഗൈസ്. അതുകൊണ്ട് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണുക. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.